ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പറ്റിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെൻ്റെ പുതിയ മൈൻക്രാഫ്റ്റാണ്. മറ്റേ വേൾഡ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് എടുത്തതാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വീട് വെക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വൃത്തികെട്ട വീടായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം മരത്തിൻ്റെ മുകളിലൊരു വീട് വെക്കാം. മരത്തിൻ്റെ മുകളിൽ വീട് വെക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എപ്പോഴും മരത്തിൻ്റെ മുകളിൽ തന്നെ വെക്കത്തില്ല. നമ്മൾ ഇപ്പോൾ ഇത് ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വീട് വേണമല്ലോ, അതുകൊണ്ട് എടുക്കുന്നതാണ് ഈ വീട്. പിന്നെ നമ്മൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിന്, അതായത് ഈ നൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിന് നമുക്ക് വേറെ വീട് കണ്ടുപിടിക്കണമല്ല ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് മരത്തിൻ്റെ മുകളിൽ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മരത്തിൻ്റെ മണ്ടയിലെ സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് ഈ ഇലയും അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഈ സാധനം വുഡ് എടുത്ത് കളയണം. പിന്നെ വേറൊരു കാര്യം, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യരുത്. അപ്പോൾ നമുക്കിത് ഫുൾ എടുത്ത് കളഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ പകുതി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ലീഫ് മൊത്തം എടുത്ത് കളയണ്ട, ആ ലീഫിൻ്റെ മണ്ടയിൽ തന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന മൈൻക്രാഫ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ട്രയൽ എന്ന് പറയുന്നൊരു ഗെയിമാണ്. മൈൻക്രാഫ്റ്റിൻ്റെ കമ്പനിയുടെ തന്നെ ഒരു ക്രിയേറ്റീവ് മോഡ് ഇല്ലാത്ത ഗെയിമാണിത്. പിന്നെ നമുക്ക് പുതിയ പുതിയ ഗെയിംസൊക്കെ കളിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഏത് ഗെയിം കളിക്കണമെന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കളിക്കാത്തത്. ഇപ്പോൾ എന്തായാലും ഞാൻ മൈൻക്രാഫ്റ്റും റോബ്ലോക്സും മാത്രമേ കളിക്കുന്നുള്ളൂ. ഓൺലി അപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണതാണ്. രാത്രിയായി വരുന്നതുകൊണ്ട് മറ്റേ സോംബി സ്കെൽട്ടനും ഒക്കെ വരാൻ സമയമായി, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ വീട് ഇങ്ങ് വെക്കണം. നമുക്ക് ഈ ലീഫൊക്കെ എടുത്ത് കളയാം, കാരണം നമ്മൾ മേളിൽ നിന്നേ വെറുതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീഫ് പൊട്ടി നമ്മളൂടെ താഴെ വീഴും. രാത്രിയായി വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വീട് വെച്ചിട്ട് കാണാം. ഗായ്സ്, അപ്പം നമ്മളങ്ങനെ അതിവിജയകരമായി വീട് വെച്ചിരിക്കുന്നു. പക്ഷേ അതിലും വിജയകരമായി രാത്രിയായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ വെട്ടിയ വുഡൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് നമുക്കൊരു ഓക്ക് പ്ലാങ്കും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ ഉണ്ടാക്കാം. രാത്രി ആയതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതാണൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഭയങ്കര ഇരുട്ടായതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല, അതൊരു പ്രശ്നം. ഒന്നും കാണാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനുമില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാം. നമുക്ക് ജസ്റ്റ് പുറത്ത്, അതായത് ഈ സാധനം പൊളിച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്നങ്ങനെ സീനറി കാണാം. ഇതോ ഗൈസ്, അവിടെ ഒരു സോംബി നിൽക്കുന്നുണ്ടോ നിങ്ങൾ? വെറുതെ എന്തിനാ പണി പഠിക്കുന്നത്? അത് അവിടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇവിടെ കാണാൻ കുത്തിയിരിക്കാം. ഈ സോംബിയൊക്കെ നമ്മളെ കണ്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുങ്ങൾ നമ്മളെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ക്രീപ്പറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം പൊട്ടിത്തെറിപ്പിക്കും. നമുക്കിനി പുതിയ വീട് വെക്കാനുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ഡോറൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ഡോറുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഇനി ഒരു ഫെൻസ് കൂടെ ഉണ്ടാക്കാം. നാളെ രാവിലെ ആയിട്ട് വേണം നമുക്കൊരു വീട് വെക്കാൻ. ഈ വീട് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകേണ്ടതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള വലിയ മലകളൊക്കെ കാണുമല്ലോ, അപ്പോൾ ഈ മല കുഴിച്ച് അത് വീടാക്കി നോക്കാനാണ് ഞാൻ അതാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കിനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതും അറിയിക്കേണ്ടതാണേ. അപ്പോൾ നമുക്ക് രാവിലെ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിവിജയകരമായി എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം രാവിലെ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടാണ് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കൊരു ചെമ്മരിയാട്ടിനെ കണ്ടു. ഞാൻ പിന്നെ അതിനെ തല്ലിക്കൊന്നു. നമുക്ക് പിന്നെ ബെഡ് വേണമെന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ 2 ചെമ്മരിയാടിനൂടെ കൊല്ലണം. വീട്ടിലോട്ട് വെക്കാൻ കുറച്ചുകൂടെ സാധനങ്ങൾ വേണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കാൻ പോവാം. പിന്നെ ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നിന്ന്, അതായത് നമ്മൾ കുറച്ച് മുന്നേ വരെ ഇരുന്ന വീട്ടിൽ നിന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നു. ഇന്ന് വരെ വന്നപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട് പണി തുടങ്ങാം.
ഇനി നമുക്ക് വീട് പണി തുടങ്ങാം. നമ്മളിവിടാണ് വീട് വെക്കാൻ പോകുന്നത്. അതിന് ഇവിടെ എല്ലാം സെറ്റാക്കി എടുക്കണം. വീട് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരമായി. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിലാണ് ഇത് ചെയ്ത് കഴിഞ്ഞത്. ഡോറൊക്കെ ഫിക്സ് ചെയ്തത് ഇപ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് വലിയ സാധനങ്ങളൊന്നും വെക്കാനും പറ്റിയില്ല. എൻ്റെ കയ്യിലിപ്പോൾ കുറേ സ്റ്റോണുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫർണസ് ഉണ്ടാക്കാം. വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ പിക്കാക്സോ സ്റ്റോൺ സോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇരുട്ടായതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. എന്ത് കഷ്ടമാണെന്ന് പറയണേ. സാധാരണ ഞാൻ ഇങ്ങനത്തെ മലയിലൊക്കെ വീടുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കോള് കിട്ടട്ടെ. ഇപ്രാവശ്യം എന്താ അതും കിട്ടിയില്ല. ഭാഗ്യം കൊണ്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്കുണ്ട്. നമുക്ക് പിന്നെ ഇത് മാത്രം പോരാ, ഒരു ഫർണസ് കൂടെ വേണം. എന്തായാലും നമ്മുടെ കയ്യിൽ 43 സ്റ്റോൺ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഫർണസ് ഉണ്ടാക്കാം. നമ്മളങ്ങനെ ഫർണസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നമുക്കപ്പോൾ 5 ഫർണസ് ഉണ്ടാക്കാനുള്ള സ്റ്റോണുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെന്തായാലും ഒരെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. കാരണം 5എണ്ണം ഉണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ കയ്യിൽ ആകെ ഒരു മീറ്റെങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു മേളിലോട്ട് കുഴിച്ച് പോകാമെന്ന്. അപ്പോൾ എനിക്ക് 2-3 കോള് കിട്ടി. നമുക്കിങ്ങനെ ഇതെല്ലാം കുഴിച്ച് മേപ്പോട്ടാക്കി വലിയ വീട് വെക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വേറൊരു വീട് വെച്ച് അവിടെ സെറ്റാകാം. നമ്മുടെ കയ്യിലിപ്പോൾ 9 കോളും 4 സ്റ്റിക്കും ഉണ്ട്. അത് വെച്ച് നമുക്ക് 16 ടോർച്ച് ഉണ്ടാക്കാമെന്ന് ഇവർ പറയുന്നത്. നമുക്കിപ്പോൾ 4 എണ്ണം മതിയെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കിതെല്ലാം ഇവിടെ വെച്ച് പിടിപ്പിക്കാം. നമുക്ക് ഭയങ്കര ഇരുട്ടാണ്. ഇനി ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നോക്കുക എന്ത് വെട്ടമാണ്. ഒരു ചെറിയ ടോർച്ച് വെച്ചപ്പോഴത്തേക്കിന് വെട്ടമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ ഒരു കോൾ അവിടെ ഇരിക്കുന്ന കണ്ട കൂടിയില്ല. ഞാൻ വിചാരിച്ചൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കാമെന്ന്. പക്ഷേ നമ്മുടെ കയ്യിലൊരു സ്റ്റിക്കില്ല. പക്ഷേ ഈ മന്ദബുദ്ധിയായിട്ടുള്ള ഞാൻ 3 എണ്ണത്തിൽ 1 എണ്ണം എടുത്ത് ഓക്ക് പ്ലാങ്ക് ആക്കി. ബാക്കി 2 എണ്ണേ ഉള്ളായിരുന്നു. അത് വെച്ചാണ് ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനും പറ്റിയില്ല. പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ മണ്ടയ്ക്കുള്ള കുഴിയെല്ലാം മൂടി വയ്ക്കാമെന്ന്. എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിലെങ്ങാനും ഈ വീട് വലിയതാക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ പുറത്തിറങ്ങാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഷീൽഡ് ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്കെൽറ്റൻ നമ്മുടെ തലയ്ക്ക് അമ്പെറിയും. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കതകിൻ്റെ വിടവിലൂടെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാമെന്ന്. അപ്പം ഞാൻ കതക് തുറന്ന് നോക്കിയപ്പോൾ അതാണ്ട് നിൽക്കുന്നടാ ഒരു സ്കെൽറ്റൻ. അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കതകടച്ച് അവിടെ കുനിഞ്ഞിരുന്ന് ആ വിടവിലൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ആ സ്കെൽറ്റൻ ആരെയും കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കിളി കരയുന്ന ശബ്ദമൊന്നും നിങ്ങൾ മൈൻഡാക്കല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.